ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഗൈസ്, ഇന്നലെ രാത്രി പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ പോലെ ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ നേരെ തലകുത്തിനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ കുറ്റയും പറിച്ച് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുകയാണ്. അപ്പം നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അനിയനാണ്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇതാ സൺ എന്നെ ഭയങ്കരമായിട്ട് കിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് പിന്നെ ഓൻ എന്നെ മാനാഞ്ചർ ഇറക്കി തന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു. കാരണം എനിക്കും ഓനക്കും ഒരേ സമയമായതുകൊണ്ട് ഓനിൻ്റെ പാതി വൈക്കിൽ ഇറക്കി വിട്ടു ഗൈസ്. ഇത് കുട്ടു ഞാൻ ഡെയിലി കാണുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയത്തിലാണ്. അങ്ങനെ ഇതാ നേരെ റെയിൽവേ ട്രാക്കുമ്പോൾ എത്തിയപ്പോഴത്തേക്കും ഇതാ ട്രെയിന് വരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഗൈസ്. കുറച്ചധികം ദൂരെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ മുറിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞാനൊരു 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ടാവും ആ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ. അങ്ങനെ ഇതാ നേരെ കടന്ന് ഷോപ്പിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഒരാൾ എന്നെ കാത്ത് നിൽക്കണ്ടായിരുന്നു. ചാവി എൻ്റെ കയ്യിൽ, അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്നല്ലേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഷോപ്പിൻ്റെ ഷട്ടർ തുറക്കുന്ന ഒരു സാഹസികമായ പ്രകടനമാണ്. അപ്പോൾ അതാ ഷട്ടർ കുറച്ച് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയും അത് കഷ്ടിച്ച് എങ്ങനെയൊക്കെ തുറക്കുക ചെയ്തത്. അപ്പം ഞാൻ ഒറ്റക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊന്ന് തുറന്നിട്ടൊന്ന് ചോദിക്കലാണ്. അങ്ങനെ അവർ എന്നെ സഹായിക്കും. പിന്നെ നമുക്കിത് ഷോപ്പ് തുറന്നതിൻ്റെ ഒരു അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള കസാലയും ടേബിളും ഒക്കെ സെറ്റ് ചെയ്യാനോ ആദ്യം തന്നെ. പിന്നെ അപ്പോഴത്തേക്കും ഇതാ ക്ലീനിങ്ങിൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇതാ ക്ലീൻ ചെയ്ത് പോയി. പിന്നെ ഇതാ നമുക്ക് ഡെമ്മിയിലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയിക്കണം. പിന്നെ അത് മാത്രമല്ല, നമുക്കവിടെ ഓവർ ഫോൺ യൂസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ നമ്മൾ പ്രവീൺ പ്രണവിൻ്റെ വ്ളോഗ്സൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോസ് ക്ലിപ്സുകളൊന്നും അവിടെ നിന്ന് എടുക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈവനിങ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ എനിക്ക് ഓർമ്മ ഇല്ലേനു, ഞാൻ വിട്ടുപോയിണ്ടായിരുന്നു. അപ്പം പിന്നെ അതാ നമ്മുടെ സമയമായപ്പം പിന്നെ ഓള് ദാപ്പുവിൻ്റെ അപ്പുറം പോയി. ഞാനും അതേപോലെ തന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ നല്ല കിടുക്കാച്ചി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ പള്ളം നിറച്ചും കഴിച്ച് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.